നമസ്കാരം. കേരളത്തിൻ്റെ മതേതര മുഖങ്ങളിൽ ഏറ്റവും ഉദാത്തമാണ് ശബരിമല. തത്തമസി എന്ന ഉത്ബോധനത്തിലൂടെ ലോകത്തിനു മുന്നിൽ എന്നും മലയാളിക്ക് തല ഉയർത്തിപ്പിടിക്കാൻ ഈ കാനന ക്ഷേത്രത്തിലൂടെ കഴിഞ്ഞു. എന്നാൽ കേവലം രാഷ്ട്രീയ നേട്ടങ്ങളിൽ ശബരിമലയെ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ബഹുസ്വര സത്യങ്ങൾക്ക് എത്രമാത്രം തിരിച്ചടിയാകും? ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പുരോഗമന സമൂഹമെന്ന് ആവർത്തിക്കുകയും മതേതരത്വം മുദ്രാവാക്യമായി ഉയർത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇതിനെതിരാകുന്ന കാഴ്ച നാളെ നൽകുന്ന സന്ദേശം എന്തായിരിക്കും? ദൈവസങ്കല്പങ്ങൾക്ക് വരെ തീർപ്പ് കൽപ്പിക്കുന്ന ജൽപ്പനങ്ങൾ ആർക്കാണ് ഗുണകരമാവുക? ശബരിമലയെ രാഷ്ട്രീയ മുക്തമാക്കാൻ എന്താണ് മടി? ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ: രാജു എബ്രഹാം, റാന്നി MLA; വി രാജേഷ്, BJP നേതാവ്; CM മോഹനൻ, CPM സംസ്ഥാന സമിതി അംഗം; രാഹുൽ ഈസർ, ഒപ്പം ഭാർഗവ് റാം, ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി. ഇതിനു മുമ്പും ശബരിമല ഇടതുപക്ഷത്തിൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും BJPയുടെ ആയാലും ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയായി വരുന്നുണ്ട്. BJP എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഭയപ്പെടുന്നത്? മാഷല്ലേ, ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരളത്തിൽ വളരെ ആരോഗ്യപരമായുള്ള ഒരു ആശയ സംവാദത്തിനുള്ള ഒരു വേദി തുറന്നിടുകയായിരുന്നു ശ്രീ വി മുരളീധരൻ ചെയ്തത്. ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാർ KT ജലീലും ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളാണ്. അങ്ങനെയാണ് മന്ത്രിയായിട്ടുള്ളത്. ആ പ്രത്യയശാസ്ത്രമാണ് അവർ ജീവിതത്തിൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളായി ശബരിമലയിൽ അവർ നിൽക്കുമ്പോൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അയ്യപ്പനെ തൊഴുന്നു. അതോടൊപ്പം തന്നെ ശ്രീ KT ജലീൽ തീർത്ഥം വാങ്ങുമ്പോഴേക്കും അയ്യപ്പനിലും ശബരിമലയിലും തീർത്ഥത്തിലുമൊക്കെ വിശ്വാസം അവർക്കുണ്ടോ? വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്ന പ്രസ്ഥാനം ഞങ്ങളുടെ പ്രസ്ഥാനമായിരിക്കും. ശ്രീ വി മുരളീധരൻ അതിൻ്റെ ഒരു പ്രവർത്തകനായിരിക്കും. ഇനി അവർക്ക് വിശ്വാസമില്ലാതെ ആണ് തൊഴുതിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തതെങ്കിൽ അത് മെക്കാനിക്കലാണ്, നിങ്ങൾ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസമുണ്ട് എന്ന് അവർ പറഞ്ഞു എന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഇതുവരെയും വിശ്വാസമില്ല എന്ന് പറഞ്ഞ പല അവസരങ്ങളുണ്ട്. ഗണപതി ഹോമം നടത്തരുതെന്ന് പറഞ്ഞ ഉൾപ്പെടെയുള്ള അവസരങ്ങളുണ്ട്. BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും കേരളത്തിലെ ക്ഷേത്രങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ഒന്ന്, ഇത്തരം ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിൽ അവർ രാഷ്ട്രീയം കലർത്തുകയോ അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ വിശ്വാസികൾ അവിടെ പോവുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു ഹൈന്ദവ സമൂഹത്തിന് അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് എങ്ങനെയാണ് തിരിച്ചടിയാകുക? ഇത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഇതിൽ യാതൊരു ഭയവുമില്ല. ഇതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പക്ഷേ ഇതിൽ ചെറിയൊരു വിഷയമുണ്ട്. എന്നെ പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടി അനുവദിക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവലാണിത്. ഇതിൽ 200-ാമത്തെ പേജിൽ വേണമെങ്കിൽ സൂം ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും. 6-ാമത്തേത് ഇതിൽ A എന്ന് പറയുന്ന സാർ, പേഴ്സൺസ് ഹു ആർ നോട്ട് ഹിന്ദുസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ ഹിന്ദുക്കളല്ലാത്ത ആളുകൾക്ക് പ്രവേശിക്കാൻ വേണ്ടി പാടില്ല എന്ന് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മാനുവലിൽ പറഞ്ഞിരിക്കുന്നു. ഇതിനെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ആക്ട് 1950 ദി ട്രാവൻകൂർ കൊച്ചിൻ ടെമ്പിൾ എൻട്രി ആക്ട് 1950 പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇത് പ്രകാരം സത്യപ്രതിജ്ഞാ ലംഘനമാണ് ശ്രീമാൻ KT ജലീൽ ചെയ്തിരിക്കുന്നത്. മറ്റ് മതവിശ്വാസപ്പെട്ട ആളുകൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാം. ഒറ്റ കാര്യമേ ഉള്ളൂ. അതിന് പറയുന്നത് ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ഒറ്റ ലൈൻ ഡിക്ലറേഷൻ: ഐ ഡിക്ലെയർ ദാറ്റ് ഐ ആം എ ഫോളോവർ ഓഫ് ദ ഹിന്ദു ഫെയ്ത്ത്. ഇത് പറയുന്നതിനൊരു കാരണമുണ്ട്. ഇസ്ലാമിക മതവിശ്വാസി, അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക മതവിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത് ശിർക്കാണ്. അവൻ ഉത്തമനായ മുസ്ലിമല്ല. അതുകൊണ്ട് ഉത്തമമായിട്ടുള്ള ഇസ്ലാമിക വിശ്വാസി അയ്യപ്പനെ ഭക്തി ബഹുമാനത്തോടു കൂടിയോ വിശ്വാസത്തോടു കൂടിയോ ദേവനായിട്ടോ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ ഡിക്ലറേഷൻ പോലും കൊടുക്കാതെ അതിനകത്ത് കയറിയിട്ടുണ്ട് എങ്കിൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇപ്പോഴും രാജിവെക്കണം എന്ന് ആവശ്യപ്പെടാവുന്ന, പക്ഷേ ഞങ്ങൾ ആരും ആവശ്യപ്പെടില്ല. രാഹുൽ ഈസർ അതിനൊരു മറുപടി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന്, ശബരിമല എന്ന ക്ഷേത്രത്തിലേക്ക് ഇതര മതവിശ്വാസികൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു മാനുവൽ, ദേവസ്വം ബോർഡിൻ്റെ ഒരു മാനുവൽ വെച്ചുകൊണ്ട് ഒരു മന്ത്രി വരുമ്പോൾ അത് വാർത്തയാകുന്നു. എന്നാൽ അങ്ങനെ വരുന്നത് ശരിയല്ല എന്ന് പറച്ചിലുണ്ടാകുന്നു. രാഹുൽ ഈശ്വർ എന്ത് കാണുന്നു? ശബരിമലയിൽ ഒരു ഡിക്ലറേഷനും കൊടുക്കാതെ കഴിഞ്ഞ ഒരു 1000 വർഷമായി ബാബർ ഇരിപ്പുണ്ട്. ബാബറുടെ പേര് ബാബർ എന്നാണ്. അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഇത് എരുമേലിയിലെ ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ ആണ്. ഈ ക്ഷേത്രം കാണുകയാണെങ്കിൽ ഇവിടെ ഒരു വാവര് നടയുണ്ട്. ആ വാവർ നടയുടെ പ്രത്യേകത ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ ചിഹ്നമാണ്. ഈ വാവർ നടയിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല.
അതിൻ്റെ കാരണം ഇസ്ലാം മതവിശ്വാസികൾക്ക് സഗുണാരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന പാടില്ല. നമ്മളുടെ പൂർവികർ ഒരു മുസ്ലിം മതസ്ഥനെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ആദരിക്കണം എന്ന് വിശ്വസിച്ചവരാണ്. ശബരിമലയിൽ പോകുന്ന വഴിയിൽ ഞങ്ങളെല്ലാവരും, ഞാനടക്കമുള്ള എല്ലാവരും, അർത്തുങ്കലിലെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടെ പള്ളികളിൽ പോയി നേർച്ച നേർന്ന് എരുമേലിയിലെ വാവരു പള്ളിയിൽ തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഹിന്ദുത്വവാദിയാണ്, ഹിന്ദു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്, നമുക്ക് വർഗീയവാദം വേണ്ട. നമ്മളുടെ ഹൈന്ദവം എന്ന് പറഞ്ഞാൽ ഒരു ഭാരതീയ സംസ്കാരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. വാവരും വെളുത്തയും ഇല്ലാതെ അയ്യപ്പന് പൂർണ്ണതയില്ല. ആ അയ്യപ്പൻ്റെ പൂർണ്ണത വരുന്നത് ഇതുപോലുള്ള എല്ലാ സമൂഹങ്ങളും ഉള്ളപ്പോഴാണ്. ഇത്തരം ചരിത്ര സത്യങ്ങൾ മറക്കരുത്. ഞാൻ ഒരിക്കലും CPM കാരനല്ല, ഞാൻ KT ജലീൽ സാറിൻ്റെ ആളല്ല. പക്ഷേ ശ്രീ KT ജലീൽ കാണിച്ചത് വലിയൊരു മാതൃകയാണ്. ശ്രീ KT ജലീൽ ചെയ്തത് നല്ലൊരു കാര്യമാണ്. കാര്യം നമ്മളുടെ ബഹുസ്വരതയുടെ ശക്തി വർദ്ധിക്കാനും മതസൗഹാർദ്ദത്തിൻ്റെ ശക്തി വർദ്ധിക്കാനും പ്രാക്ടീസിങ് മുസ്ലിമായ ഇസ്ലാമിക തത്വങ്ങൾ നന്നായി അറിയുന്ന, മനോഹരമായി സംസാരിക്കുന്ന KT ജലീലിനെ പോലെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം നിൽക്കുന്ന ആൾ വന്നത് സ്വാഗതം ചെയ്യപ്പെടണം. അതിനെ ഒരു രാഷ്ട്രീയത്തിൻ്റെയും കണ്ണിൽ കെട്ടേണ്ട കാര്യമില്ല. CM മോഹനൻ, കൊച്ചി സ്റ്റുഡിയോയിലും ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ക്ഷണിക്കുകയാണ്. ഒന്ന്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളം ഭരിക്കുമ്പോൾ ഇവിടുത്തെ ദൈവങ്ങളുടെ കാര്യത്തിലായാലും ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളായാലും എല്ലാം തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും ഒരു പ്രശ്നമുണ്ടാകുമെന്നും ഒക്കെ ഭയപ്പെടാറുണ്ട്. മറ്റൊന്ന്, ഭാർഗവറാം ഇവിടെ സൂചിപ്പിച്ചു, സത്യപ്രതിജ്ഞാ ലംഘനമാണ് KT ജലീൽ നടത്തിയതെന്ന്. അത്തരം ബഹുസ്വരതകൾക്ക് തടസ്സമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇരിക്കുമ്പോൾ അവരുടെ മന്ത്രിമാർ ചെയ്യുന്നത് ഇത്തരം സങ്കല്പങ്ങൾക്ക് തിരിച്ചടിയാകും എന്നുള്ള ആരോപണം വന്നാൽ എങ്ങനെ പ്രതികരിക്കാൻ കഴിയും? അല്ല, സത്യപ്രതിജ്ഞാ ലംഘനമാകുന്നത് എങ്ങനെയാണ്? KT ജലീൽ മന്ത്രി എന്ന രൂപത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടുള്ളതല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് മതനിരപേക്ഷതയും മതസൗഹാർദ്ദവും സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സത്യപ്രതിജ്ഞാ ലംഘനത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ശബരിമലയിൽ അവിടെ പോയതിനു ശേഷം മറ്റൊരു മന്ത്രിയോടൊപ്പം അദ്ദേഹം യാദൃശ്യമായി അവിടെ ദർശനത്തിൽ പങ്കെടുത്തു. അതിലൊന്നും യാതൊരു സത്യപ്രതിജ്ഞാ ലംഘനത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ, ഇവിടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ ശബരിമലയിൽ മാർക്സിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും മറ്റുള്ള ആൾക്കാരും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് എന്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യേണ്ട? BJP തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള മുഴുവൻ ഹിന്ദുക്കളുടെയും മൊത്തം അവകാശം അതിൻ്റെ എത്ര പേറ്റൻ്റ് എടുത്തിരിക്കുകയാണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധ്യതയില്ല. ഒരു വിവാദത്തിൻ്റെ യാതൊരു ആവശ്യവും വാസ്തവത്തിലില്ല. KT ജലീൽ അവിടെ പോയത്, അവിടെ അദ്ദേഹം ഔദ്യോഗികമായ കൃത്യഭരണത്തിന് പുറത്ത് പോയ കൂട്ടത്തിൽ അവിടെ പോയതിൽ യാതൊരു തെറ്റുള്ള കാര്യമല്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുള്ള അതിൻ്റെ അകത്ത് ഒരു ഭാഗത്തും ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയ്ക്കെതിരായിട്ട് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഇടതുപക്ഷക്കാർ ഭരിക്കുന്ന കാലത്ത് കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിന് ഒരു ഓട്ടം വന്നിട്ടില്ല. മണ്ഡലകാലം തുടങ്ങാൻ പോവുകയാണ്. ശബരിമലയിൽ വിവാദങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. മണ്ഡലകാലത്തിൻ്റെ ഒരിക്കലുള്ള മഹോത്സവത്തിൻ്റെ തുടക്കങ്ങൾക്ക് ഒന്നും വേണ്ടത്ര രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾ നിരവധിയുണ്ട്. ശരിക്കും വിവാദങ്ങൾ മാത്രമേ ഉള്ളൂ. ശബരിമല ഇത്തവണ എങ്ങനെയായിരിക്കും? ഇവിടെ മേൽനോട്ടം ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ഏത് തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും ഏത് മതത്തിൻ്റെ ആണെങ്കിലും അവിടെ ഗവൺമെൻറ്റാണ് സത്യത്തിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ മതങ്ങളിലും പെട്ട മന്ത്രിമാർ അവരുടെ ജോലികൾ ചെയ്യും. ഇപ്പോൾ KT ജലീൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. ക്ലീൻ ശബരിമല എന്നുള്ളത് ശുചിത്വ മിഷനാണ് അക്കാര്യം ഏറ്റെടുക്കുന്നത്. വിശുദ്ധി സേനയോടൊപ്പം തന്നെ ക്ലീൻ കേരള മിഷൻ അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പം ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ തീർത്ഥാടന കാലഘട്ടം നിർവഹിച്ച് മടങ്ങിപ്പോവുക, ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് അദ്ദേഹം ശ്രീ V മുരളീധരൻ സൂചിപ്പിച്ചതുപോലെ ഒരു റോള് ശബരിമലയിൽ ഇല്ലാത്ത മന്ത്രിയാണെന്നോ അല്ലെങ്കിൽ ഒരു പിക്നിക്കായി ശബരിമലയെ കാണുന്ന ഈ അർത്ഥത്തിലല്ല നമ്മൾ കാണേണ്ടത്. അത്തരം വിമർശനം ഒരു ദൗർഭാഗ്യകരമായി പോയി. ദേവസ്വം ബോർഡിൻ്റെ മാനുവൽ അനുസരിച്ച് അത്തരമൊരു സമീപനം സ്വീകരിക്കാൻ പാടില്ല. അങ്ങ് ശബരിമലയിൽ പോകാറുണ്ടോ, തൊഴാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യും? ഞാൻ ദേശാഭിമാനി പത്രത്തിൻ്റെ ലേഖനായിരുന്ന കാലഘട്ടം മുതൽ ശബരിമല കവർ ചെയ്യുന്നതാണെന്ന് മാർഷലിന് തന്നെ അറിയാമല്ലോ. എല്ലാ ആളുകളും ഇപ്പം തന്നെ ഹരിവരാസനം എന്ന് പറയുന്ന പാട്ട് തന്നെ പാടിയിരിക്കുന്ന യേശുദാസാണ്. അതിനെല്ലാം ഭക്തജനങ്ങൾ സ്വാഗതം ചെയ്തതാണ്. അദ്ദേഹം ഇരുമുടിക്കെട്ടു എന്ന് ശബരിമലയ്ക്ക് വരുന്നയാളാണ്. അദ്ദേഹം മാനുവൽ ഒപ്പിട്ടിട്ടാണോ വരുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അതുപോലെയുള്ള ധാരാളം അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പം അദ്ദേഹത്തിന് തന്നെ അവാർഡ് നമ്മൾ നൽകി. അവിടെ എല്ലാ വർഷവും അവാർഡ് കൊടുക്കുന്നുണ്ട് മികച്ച സേവനത്തിന്.